ഷൈബു മഠത്തിൽ ഇതിപ്പോൾ ആം ആദ്മി പാർട്ടിയിൽ തുടക്കം മുതലേ ഉണ്ടായിരുന്ന നേതാവാണ് ഇപ്പോൾ സ്വാതി മാലിവാൾ എന്നുള്ളത്. കേജ്രിവാളുമായി വർഷങ്ങളായി ബന്ധവുമുണ്ട്. അപ്പോൾ ഏത് ഘട്ടത്തിലാണ് അവർ അസ്വീകാരിയായി തീർന്നത്? ഇപ്പോൾ കേജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ആപ്പിന്റെ പ്രതിഷേധമുണ്ടായിരുന്നു, മന്ത്രിമാരടക്കം അറസ്റ്റ് വരിച്ച പ്രതിഷേധമുണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിലൊന്നും സ്വാതി മാലിവാളിനെ കണ്ടിട്ടില്ല. അത് ഒരു പ്രധാനപ്പെട്ട അകൽച്ചയ്ക്ക് കാരണമായിട്ടുണ്ടോ? നേരത്തെ ശിവശങ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു മുഖ്യമന്ത്രിയെ കാണാൻ MP-ക്ക് വരാൻ പറ്റില്ലേ? അപ്പോഴേക്കും അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടയുന്ന ഒരു സാഹചര്യം, അവിടെ കൗൺസിലർമാരുടെ യോഗമാണ് നടക്കുന്നതെന്ന് പറയുന്നു. കൗൺസിലർമാരുടെ യോഗം നടക്കുമ്പോൾ ഒരു MP-ക്ക് കാണാൻ പറ്റില്ല എന്നൊരു സാഹചര്യം എങ്ങനെയാണ് ഉടലെടുക്കുന്നത്? അത്രത്തോളം ശ്രദ്ധയോടുകൂടിയ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെ കൂടി അകത്തേക്ക് കയറ്റിവിടുള്ളൂ എന്നാണോ മനസ്സിലാക്കേണ്ടത് ആം ആദ്മി പാർട്ടിയിൽ? സ്മൃതി, നേരത്തെ ശ്രീ ദേവരാജൻ ചൂണ്ടിക്കാണിച്ച ഇതിൻ്റെ പൊളിറ്റിക്സ് എന്താണെന്നുള്ളത് അത് ഞാൻ ആദ്യം പറയാം, എന്നിട്ട് താങ്കളുടെ ചോദ്യത്തിലേക്ക് ഡയറക്റ്റായിട്ട് വരാം. നമുക്കറിയാം, നാളെ നടക്കാനിരിക്കുന്ന അടുത്ത ദിവസം നടക്കാനിരിക്കുന്നത് തിങ്കളാഴ്ച നടക്കാനിരിക്കുന്നത് പിന്നെ 5ാം ഘട്ട തെരഞ്ഞെടുപ്പാണ്. അത് കഴിഞ്ഞാൽ 25-ാം തീയതി മെയ് 25-ന് 6ാം ഘട്ട തെരഞ്ഞെടുപ്പ് ഡൽഹിയിലും ഹരിയാനയിലുമാണ്. 1-ാം തീയതി ജൂൺ 1-ാം തീയതി അവസാന ഘട്ട തെരഞ്ഞെടുപ്പിലാണ് പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതായത് ഇനി വരാനിരിക്കുന്ന ഈ 3 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ഡയറക്റ്റായിട്ട് കോൺടെസ്റ്റ് ചെയ്യുന്ന നിർണായകമായ ശക്തിയാണ്. ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഒരു ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാൾ ക്യാമ്പയിൻ നടത്തിയെങ്കിലും ആം ആദ്മി പാർട്ടി പിന്തുണയ്ക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് എങ്കിലും ആം ആദ്മി പാർട്ടിക്ക് ഡയറക്റ്റായിട്ട് നേർക്കുനേരെ BJP-യുമായി ഏറ്റുമുട്ടുന്ന തെരഞ്ഞെടുപ്പുകൾ 6ാം ഘട്ടത്തിലും 7ാം ഘട്ടത്തിലുമാണ്. അതിന് ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇവിടുത്തെ കാര്യം. 10-14 ദിവസത്തിനുള്ളിൽ ഈ 2 തെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ്. അവിടെ 30-ലധികം സീറ്റുകളാണ്, 30ഓളം സീറ്റുകളാണ് ഈ 3 സംസ്ഥാനങ്ങളിലായിട്ട് വരുന്നത്. ആം ആദ്മി പാർട്ടി അതിൽ 20ഓളം സീറ്റുകളിൽ 18 സീറ്റുകളിൽ മത്സരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ 14 ദിവസം ബാക്കിയുണ്ട്, അല്ലെങ്കിൽ ഒരു 13-14 ദിവസം ബാക്കിയുണ്ട്. ആ സമയത്തിനുള്ളിൽ ആം ആദ്മി പാർട്ടി ഇപ്പോൾ ഉയർത്തിവിട്ട കേജ്രിവാൾ പുറത്തു വന്നതോടുകൂടി റിന്യൂഡ് ഉണ്ടായിട്ടുള്ള BJP-ക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഭീഷണിയുണ്ട്. അതിനെ നേരിടാൻ BJP കിട്ടുന്ന ഏത് കച്ചിത്തുരുമ്പും ഉപയോഗിക്കും. അതാണ് സ്വാതി മാലിവാളിന്റെ കാര്യത്തിന് സംഭവിച്ചത്. നാളെ പിന്നെ BJP ആസ്ഥാനത്തേക്ക് പാർട്ടി ആസ്ഥാനത്തേക്ക് ആം ആദ്മി പാർട്ടി നടത്തുന്ന പിന്നെ പ്രകടനം, ആം ആദ്മി പാർട്ടിയുടെ സകല നേതാക്കളും സകല ജനപ്രതിനിധികളും മന്ത്രിമാരും ഒക്കെ നടത്തുന്ന പ്രകടനം അതൊരു പൊളിറ്റിക്കലായ ക്യാമ്പയിനാണ്, പൊളിറ്റിക്കൽ പ്രൊട്ടസ്റ്റാണ്. അത് ഈ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമാണ്. അതൊക്കെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയുടെ ഭാഗമാണല്ലോ. പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയിൽ പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആസ്ഥാനത്തേക്ക് പ്രകടനം നടത്തരുത് എന്നൊരു നിയമമുള്ളതായി ഞാൻ കേട്ടിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അപ്പോൾ ഇതിൽ കിട്ടാവുന്ന മുഴുവൻ ആയുധങ്ങളും അടുത്ത 2 ആഴ്ച കേജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയും ഡിസ്ക്രെഡിറ്റ് ചെയ്യാനായി BJP ഉപയോഗപ്പെടുത്തും. അതിൽ ഇന്ന് ആ പ്രഖ്യാപനത്തിൽ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിട്ടുണ്ട്, രാഘവ് ചദ്ദ പിന്നെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്, അദ്ദേഹം ലണ്ടനിൽ നിന്ന് തിരിച്ചെത്തിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കറിയാമായിരിക്കും, 2 ദിവസം മുമ്പാണ് ED ആം ആദ്മി പാർട്ടിയെ കൂടി പ്രതി ചേർത്തത്. നിലവിലുള്ള കേസിൽ ഇതുവരെ വ്യക്തികളായിരുന്നു പ്രതി, ഇപ്പോൾ പാർട്ടിയെ കൂടി പ്രതി ചേർത്ത് കേസെടുത്തിരിക്കുന്നു. അതിന്റെ ലക്ഷ്യം പാർട്ടി ഭാരവാഹികൾ നേരത്തെയുള്ള കേസിൽ പാർട്ടി ഭാരവാഹികളെ പ്രതികളാക്കാൻ സാധിക്കില്ല. കാരണം അധികാരത്തിലിരിക്കുന്ന ആളുകൾ അധികാരം ഉപയോഗിച്ച് ചെയ്തത് എന്നുള്ള നിലയ്ക്കാണ് ആ കേസ് വരിക. ഇതിപ്പോൾ പാർട്ടി ഭാരവാഹികളെ ചേർക്കാം. രാഘവ് ചദ്ദ ദീർഘകാലം പാർട്ടിയുടെ ട്രഷററായിരുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ED-യുടെ റഡാറിൽ അദ്ദേഹം ഓൾറെഡി ഉണ്ട്. അദ്ദേഹത്തെ 2 ആഴ്ചയ്ക്കുള്ളിൽ അറസ്റ്റ് ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിഷി മർലേന, ആം ആദ്മി പാർട്ടിയിലെ ഇപ്പോൾ സെക്കൻഡ് ഇൻ കമാൻഡ് ആയിട്ടുള്ള ആളാണ് അതിഷി മർലേന. അതിഷി അതുപോലെ സൗരവ് ഭരദ്വാജ് എന്നിവരെ 2 ആഴ്ചയ്ക്കുള്ളിൽ അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ ചെയ്ത് വാർത്ത സൃഷ്ടിക്കാൻ BJP ശ്രമിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അതാണ് നാളെ നടക്കുന്ന പ്രൊട്ടസ്റ്റിന്റെ പിന്നിൽ, അല്ലാതെ സ്വാതി മാലിവാളിന്റെ വിഷയത്തിലല്ല. സ്വാതി മാലിവാളിന്റെ വിഷയം അത്ര വലുതായി ചർച്ച ചെയ്യാൻ മാത്രമുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് നേരിട്ട് വന്നാൽ, സ്വാതി മാലിവാൾ ഇപ്പോഴും ഞങ്ങളുടെ സഹപ്രവർത്തകയാണ്. കഴിഞ്ഞ 10-20 വർഷമായി കേജ്രിവാളിന്റെ ഒപ്പം പ്രവർത്തിച്ചു. 10 വർഷത്തിലധികമായി ഞങ്ങളുടെ ഒപ്പം പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകയാണ്. ഇപ്പോഴും ഞാൻ പറഞ്ഞു, സ്വാതി മാലിവാളിനെ അധിക്ഷേപിച്ച് സംസാരിക്കാനോ തള്ളി പറയാനോ ഞങ്ങൾ ഇപ്പോഴും തയ്യാറല്ല. ഞാൻ നേരത്തെ താങ്കളോട് പറഞ്ഞു, സ്വാതി അവിടെ ഉണ്ടായ പ്രശ്നം ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഈഗോ പ്രശ്നം എന്ന് പറയുന്നത്, സ്വാതി കഴിഞ്ഞ 3 മാസത്തെ കാലത്തിലധികമായി വിദേശത്തായിരുന്നു. അപ്പോൾ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്തൊന്നും സ്വാതി ഇന്ത്യയിൽ വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ
അതെ, അത് അവരെങ്ങനെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ അതിലൊന്നും ഒരു പ്രശ്നവും ആം ആദ്മി പാർട്ടിക്കില്ല. പക്ഷേ അപ്പോൾ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. എന്തോ എവിടെയോ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. ഒരു നമ്മൾ ഈ മഞ്ഞുരുക എന്ന് പറഞ്ഞ മഞ്ഞ് ഉരുകാതിരിക്കുകയായിരുന്നു. എവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. സ്വാതി എന്തോ കാര്യം സംസാരിക്കാനേ കെജ്രിവാളിൻ്റെ അടുത്ത് എത്തുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ആ സിറ്റുവേഷൻ പറഞ്ഞു. മറ്റൊരു അവസരത്തിലാണെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ കണ്ട് ഞാനും സംസാരിച്ചിട്ടുണ്ട്. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടാണ് കണ്ടിട്ടുള്ളത്. കേരളത്തിലുള്ള ഭൂരിപക്ഷം ഭാരവാഹികളും കെജ്രിവാളിനെ പോയി ഡൽഹിയിലോ ഓഫീസിൽ പോയി കണ്ടിട്ടുള്ളവരാണ്. അപ്പോൾ കെജ്രിവാളിനെ കാണാൻ ഒരു സാധാരണ വളണ്ടിയർക്ക് പോലും കാണാൻ വളരെ എളുപ്പമാണ്. ഈ സമീപകാലത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, പക്ഷെ അതിന് മുൻപ് വളരെ എളുപ്പമാണ്. സ്വാതിയെ സംബന്ധിച്ച് വളരെ ഈസിയാണ് കാണാൻ. പക്ഷേ അന്നൊരു പ്രത്യേക സാഹചര്യമാണ്. കെജ്രിവാളിന് വളരെ ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. നമുക്കറിയാം, ഇത്ര ദിവസത്തെ ജാമ്യം 1-ാം തീയതി വരെ മാത്രം, വളരെ പരിമിതമായ സമയം. ആ സമയത്തിനുള്ളിൽ കെജ്രിവാൾ പുറത്തിറങ്ങുന്നതിന് മുമ്പേ ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തതാണ് കെജ്രിവാളിൻ്റെ മുഴുവൻ പരിപാടികളും. 1-ാം തീയതി വരെയുള്ള മുഴുവൻ തെരഞ്ഞെടുപ്പ് റാലികളും ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്താൽ ചില കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പുറകോട്ട് പോകേണ്ടി വന്നു. ലക്നൌവിൽ പ്രചരണം നടത്താൻ ഉദ്ദേശിച്ച സമയത്ത് എത്താൻ സാധിച്ചില്ല. അങ്ങനെ പല കാര്യങ്ങൾ സംഭവിച്ചു. അപ്പോൾ അദ്ദേഹം ഓരോ ദിവസവും ഓരോ സംസ്ഥാനത്തിലാണ്. അതിൽ MCD കൗൺസിലർമാരുമായിട്ടുള്ള മീറ്റിങ്ങിൻ്റെ പ്രാധാന്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഡൽഹിയിലെ കൗൺസിലർമാരെ സ്വാധീനിക്കാനും അവരെ പാർട്ടിയിൽ നിന്ന് പുറത്തിയാടിക്കാനുമുള്ള സമ്മർദ്ദങ്ങൾ BJPയുടെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുക. അവിടെ രണ്ടാമതൊരു മേയർ തെരഞ്ഞെടുപ്പിനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുക. അതിപ്പോൾ മാറ്റിവെച്ചിരിക്കുക. അപ്പോൾ MCD കൗൺസിലർമാരെ കാണുകയും അവരുടെ മൊറാൽ ഉയർത്തി നിർത്തുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. അതുകൊണ്ടാണ് 1-ാമത്തെ ദിവസം MLA-മാരോടൊപ്പം 2-ാമത്തെ ദിവസം കൗൺസിലർമാരോടൊപ്പം എന്ന് നേരത്തെ നിശ്ചയിച്ചതാണ്. ആ ഇടയിലേക്കാണ് പിന്നെ സ്വാതി കടന്നു വരുന്നത്. അത് കെജ്രിവാൾ ഇതിൽ ഇടപെട്ടിട്ടില്ല. കെജ്രിവാൾ ഇത് അറിഞ്ഞിട്ട് പോലുമില്ല. കെജ്രിവാൾ ഈ കാര്യങ്ങൾ അറിയുന്നത് പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷമാണ്. സ്വാഭാവികമായും അവിടുത്തെ സ്റ്റാഫുമായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായത്. സ്റ്റാഫുമായിട്ടാണ് ഈ പറയുന്ന തർക്കമുണ്ടായത്. അവിടെ വീണ്ടും ഞങ്ങൾ സ്വാതിയെ തള്ളി പറയുന്നില്ല. സ്വാഭാവികമായി ഉണ്ടായൊരു സാഹചര്യമാണ്. അപ്പം സ്വാതി പിന്നീട് പോയി പരാതി കൊടുക്കുകയൊക്കെ ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യഘട്ടത്തിൽ ആം ആദ്മി പാർട്ടിയെ പരാതി എതിർത്തില്ല. സ്വാതി ആദ്യമേ പോലീസ് സ്റ്റേഷനിൽ പോയി. അന്നത്തെ ദിവസം തന്നെ സിവിൽ ലൈൻ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. പാർട്ടി അതാ ഞാൻ പറഞ്ഞേ, എങ്ങനെ അത് തീരുമാനം എടുക്കാൻ പറ്റും? അരവിന്ദ് കെജ്രിവാൾ അതിൽ ഈ സംഭവത്തിന് സാക്ഷിയല്ല. അപ്പോൾ എങ്ങനെയാണ് കെജ്രിവാളിനോ മറ്റൊരാൾക്കോ അതിൽ തീരുമാനം എടുക്കാൻ സാധിക്കുക? ഞങ്ങളുടെ ആദ്യത്തെ ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ്, ഫസ്റ്റ് റെസ്പോൺസ് എന്തായിരുന്നു എന്ന് സ്മൃതി പരിശോധിക്കുക. ഇത് കഴിഞ്ഞ അടുത്ത ദിവസം പാർട്ടി ആസ്ഥാനത്ത് ശ്രീ സഞ്ജയ് സിംഗ് വീഡിയോ എപ്പോഴും യൂട്യൂബിൽ സഞ്ജയ് സിംഗ് പത്രസമ്മേളനം നടത്തി പറഞ്ഞത് വൈഭവ് കുമാറിനെതിരെ നടപടിയെടുക്കണം, സ്വാതി മാലിവാളിനെ പിന്തുണയ്ക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. അതായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ ആദ്യ പ്രതികരണം. അത് ഒഫീഷ്യൽ റെസ്പോൺസ് ആണ്. കാരണം ഇൻസ്റ്റിങ്റ്റീവായി ഞങ്ങൾ സ്വാതിയെ സംശയിക്കേണ്ട കാര്യമില്ല. സ്വാതി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. എന്തെങ്കിലും ഗൂഢാലോചന നടത്തുന്ന ആളാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ സ്വാതിയെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാണ് CCTV ക്യാമറകൾ പരിശോധിക്കുന്നത്. പിന്നീടാണ് പരിശോധിക്കുമ്പോഴാണ് ഇത് സംഭവിച്ചത് മറ്റൊന്നാണോ എന്നൊരു സംശയം ഉണ്ടാകുന്നത്. ആ സംശയം ഉണ്ടായപ്പോഴും ഞങ്ങൾ സ്വാതിയെ തള്ളിപ്പറയോ പുറത്താക്കുകയോ അധിക്ഷേപിക്കുകയോ ഒന്നുമല്ല ചെയ്തേ, മറിച്ച് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. അത് പോലീസാണ് ചെയ്യേണ്ടത്. ഞങ്ങൾ തെളിവുകൾ കൊടുക്കാൻ തയ്യാറാണ്. CM-ന്റെ ഓഫീസിലുള്ള മുഴുവൻ CCTV ക്യാമറ ഫുട്ടേജസും പോലീസുകാർക്ക് എടുത്തുകൊണ്ട് പോകും. അതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അതിലൊരു കോപ്പി മാത്രമേ എടുത്ത് പുറത്തുവിട്ടിട്ടുള്ളൂ. നേരത്തെ BJPയുടെ നേതാവ് പറഞ്ഞു, ഞങ്ങൾ അതിന്റെ കോപ്പി എടുത്ത് പുറത്തുവിടുക മാത്രമേ ചെയ്യും. എൻ്റെ ഒറിജിനൽസ് അവിടെയുണ്ട്. ഒറിജിനൽസ് കോടതിക്ക് തെളിവായിട്ട് എടുക്കാം. ഒരു പ്രശ്നവുമില്ല. അപ്പൊ സ്വാതിക്ക് കെജ്രിവാളിനെ കാണുന്നതിന് തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു പ്രത്യേക സിറ്റുവേഷൻ ഉണ്ടായ എന്തൊരു ഈഗോയാണ്, സംസാരത്തിലുണ്ടായ പ്രശ്നമാണ്. അതിനെ നമ്മൾ അങ്ങനെ കാണേണ്ടതുള്ളൂ. യഥാർത്ഥ പ്രശ്നം അതല്ല. BJPയും ആം ആദ്മി പാർട്ടിയും നേരിട്ട് മത്സരിക്കാവുന്ന തെരഞ്ഞെടുപ്പുകളാണ് വരാനിരിക്കുന്നത്. അടുത്ത 14 ദിവസത്തിനുള്ളിൽ 6-ാം ഘട്ടവും 7-ാം ഘട്ടവും അതിന് മുന്നോടിയായിട്ടുള്ള അറസ്റ്റാണ് ഇതെന്നാണ് ആം ആദ്മി പാർട്ടി കാണുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.